ക്യാൻസർ രോഗബോധവൽക്കരണത്തിനും രോഗികൾക്ക് നൽകുന്നതിനുമായി ശ്രീഹരി മുടി വളർത്തി. എന്നാൽ മുടി മുറിക്കാറായപ്പോൾ ശ്രീഹരിയുടെ പിതാവ് സനിൽകുമാർ ക്യാൻസർ രോഗിയായി. അടുത്തയാഴ്ച ശ്രീഹരി മുടി മുറിച്ച് നൽകും. പക്ഷേ സനിൽകുമാറിന്റെ തുടർ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സുമനസ്സുകൾ കനിയണം. 9 വയസ്സുള്ളപ്പോഴാണ് നെടുങ്കണ്ടം കോമ്പയാർ കുറ്റനാട് സനിൽകുമാറിൻ്റെയും രാജിയുടെയും മകനായ ശ്രീഹരി മുടി വളർത്തുവാൻ തുടങ്ങുന്നത്. ക്യാൻസർ രോഗികൾക്ക് നൽകുവാൻ മുടി വളർത്തണമെന്ന് ശ്രീഹരിയാണ് അച്ഛനോട് പറയുന്നത്. തുടർന്ന് അച്ഛൻ മകൻ്റെ ആഗ്രഹം സ്കൂൾ അധികൃതരെ അറിയിച്ചു. പ്രധാന അധ്യാപകന്റെ അനുമതിയോടെ ശ്രീഹരി മുടി വളർത്തുകയായിരുന്നു. മാരക രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണമായിരുന്നു ഈ കുഞ്ഞു മനസ്സിൽ. ക്യാൻസർ പേഷ്യൻസിന് ഉള്ള ആന്റിമാർക്കൊക്കെ ഈ കീമോ ചെയ്ത് കഴിയുമ്പോൾ മുടി പോകും. അന്നേരം അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് വളർത്തിയതാ. ഇതിപ്പം 4ാമത്തെ വർഷം ആയി. സ്കൂളിൽ അച്ഛൻ്റെ അടുത്ത് വഴക്ക് പറയുന്ന പറഞ്ഞതിന് അച്ഛൻ വന്ന് ചോദിച്ചു പ്രിൻസിപ്പളിൻ്റെ അടുത്ത്. അന്നേരം പ്രിൻസിപ്പൾ പറഞ്ഞു വളർത്തിക്കോളാം. എന്നാൽ മുടി മുറിക്കാറായപ്പോഴേക്കും ശ്രീഹരിയുടെ പിതാവ് സനിൽകുമാറിന് ക്യാൻസർ പിടിപെട്ടു. 8 മാസം മുമ്പാണ് സനിൽകുമാർ ക്യാൻസർ രോഗബാധിതനാണെന്ന് കണ്ടെത്തുന്നത്. ഇത് ശ്രീഹരിയെ മാത്രമല്ല, ഈ കുടുംബത്തെ ആകെ തളർത്തി. ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ജോലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എനിക്ക്. പിന്നെ സുഹൃത്തുക്കളുടെയും അങ്ങനെയുള്ള എല്ലാവരുടെയും സഹായത്തിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടന്നു പോകുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ സനിൽകുമാറിന് ഇപ്പോൾ പ്രതിമാസം 1 ലക്ഷം രൂപയോളം വേണം ചികിത്സയ്ക്കായി. സുഹൃത്തുക്കളും മറ്റും സഹായിക്കുന്നുണ്ട്. എങ്കിലും തുടർ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ സുമനസ്സുകളുടെ സഹായം ഉണ്ടായേ കഴിയൂ. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇത്രയും നാളും കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും പ്രാർത്ഥനയും ഇതൊക്കെ കൊണ്ട് സഹായങ്ങളൊക്കെ കൊണ്ട് പഴയ രീതിയിലൊക്കെ തന്നെ തിരിച്ചു വരുമെന്ന് തന്നെ 100% ഞാൻ വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച ശ്രീഹരി മുടി മുറിച്ചു നൽകും. വീണ്ടും മുടി വളർത്തുവാൻ തന്നെയാണ് ശ്രീഹരിയുടെ തീരുമാനം. കാരണം ക്യാൻസർ രോഗത്തെ അതിജീവിക്കേണ്ടത് ഇന്ന് ശ്രീഹരി ഉൾപ്പെടുന്ന കുടുംബം കൂടിയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.